മൂപ്പര് പറഞ്ഞത് ഇവിടെ എന്തോ ഒരു സാധനം തടഞ്ഞു നിൽക്കണ പോലെ എന്നാണ്. അതായത് അദ്ദേഹത്തിന് ഞാൻ പിടിക്കപ്പെട്ടു എന്നുള്ളൊരു ഒരു ഫീലാണ് ഉണ്ടായത്. എൻ്റെ ഒരു സുഹൃത്ത് പങ്കുവച്ചൊരു അനുഭവമാണ്. അതായത് അദ്ദേഹം പുറത്താണ് പഠിച്ചത്. ഇപ്പോൾ പഠന സമയത്ത് നമുക്കൊക്കെ ഓരോ സംഭവങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഹോസ്റ്റലിലാണ് താമസം. ഇതുപോലെ തന്നെ സുഹൃത്തുക്കളോടൊപ്പം അവർ ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ അതല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ കല്യാണങ്ങളിലേക്ക് പോകും. അപ്പോൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കുറേ നഷ്ടങ്ങളുണ്ടാവുമല്ലോ. അതിൽ പെട്ട ഒന്നാണ് ഇങ്ങനത്തെ കല്യാണങ്ങളൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ക്ഷണിച്ചിട്ടില്ലേ എന്ന് നോക്കില്ല, എല്ലാ കല്യാണത്തിനും പോകും. അങ്ങനെ ഈ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരുപാട് കല്യാണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പിന്നെ പഠനമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കർണാടകയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർ പറഞ്ഞു കൊടുക്കും ഇന്ന സ്ഥലത്ത് കല്യാണമുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കാൻ അവരും ഉണ്ടാവും. ഈ സുഹൃത്ത് മറ്റുള്ള ആളുകളൊക്കെ കൂട്ടിയിട്ട് ഒരു ടീമായി അതങ്ങനെ പോവുകയും ചെയ്യും. അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചാൾ UAE ചെന്നത്. UAE ചെന്ന് അവിടെ നല്ലൊരു ജോലിയിലേക്ക് കയറി. UAE ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ലൊരു ജോലിയൊക്കെ ആയി. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. ഒരു സുഹൃത്ത് എന്നതിലുപരി ഒരാളായിട്ട് വല്ലാതെ അടുത്ത് കഴിഞ്ഞു. അദ്ദേഹം ഇയാളായിട്ട് ഒരുപാട് തവണ കോണ്ടാക്ട് ചെയ്യും. അവർ തമ്മിലുള്ള ബന്ധം വല്ലാതെ അങ്ങോട്ട് എന്താ പറയുക ക്ലോസ് ആയിപ്പോയി. അങ്ങനെ ഇവർ ഇടയ്ക്കിടയ്ക്ക് സൽക്കാരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യും. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു ദിവസം കുറച്ചപ്പുറത്ത് ദുബായിൽ വെച്ചിട്ടൊരു അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലൊരു സൽക്കാരത്തിന് വിളിച്ചു. അങ്ങനെ ഈ ഒരു സുഹൃത്ത് ദുബായിൽ അദ്ദേഹത്തിൻ്റെ സൽക്കാരത്തിന് പോയി. അവിടുന്ന് റൂമിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആളുണ്ട്, ജ്യേഷ്ഠനുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അന്നൊക്കെ നമ്മൾ കല്യാണത്തിൻ്റെ ഇതൊക്കെ അറിയാം ശരിക്കും CD കണ്ടിട്ടാണല്ലോ. കുറച്ച് മുമ്പ് വീഡിയോ കാസറ്റുകളായിരുന്നു, പിന്നെ അങ്ങനെ CD ആയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അവരിങ്ങനെ ഈ ഒരു CD അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. പ്ലേ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു സമയത്തിയപ്പോൾ സംഭവം സ്റ്റക്കായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഈ സുഹൃത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക സ്ക്രീനിൽ നോക്കുമ്പോൾ ആരാണ്? അദ്ദേഹത്തിൻ്റെ ചിത്രം തന്നെയാണ് അവിടെ നിന്ന് തെളിഞ്ഞു നിൽക്കുന്നത്. ഇവർ മനഃപൂർവ്വം അതിനെ അങ്ങോട്ട് സ്ക്രോൾ ചെയ്യും, തിരിച്ചിങ്ങോട്ട് തന്നെ സ്ക്രോൾ ചെയ്യും, വീണ്ടും അങ്ങോട്ട് തന്നെ പോകും, പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സീൻ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ സുഹൃത്തിന് പെട്ടെന്ന് ഭക്ഷണം നിന്നുപോയി. അതായത് അദ്ദേഹത്തിന് ഞാൻ പിടിക്കപ്പെട്ടു എന്നുള്ളൊരു ഒരു ഫീലാണ് ഉണ്ടായത്. അദ്ദേഹം ആ ഒരു അനുഭവം പങ്കുവച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ കേൾക്കുന്നവർക്കൊക്കെ ഒരു പക്ഷേ എന്താ പറയുക നമുക്ക് ഒരു തമാശയൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം നമ്മൾ ഒരു ചെറിയ തിന്മ മാഞ്ഞു പോയി എന്ന് വിചാരിച്ചാണ്. പക്ഷെ അത് പിന്നീട് അത് പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് കഴിക്കുന്ന മൂപ്പര് പറഞ്ഞത് ഇവിടെ എന്തോ ഒരു സാധനം തടഞ്ഞു നിൽക്കണ പോലെ എന്നാണ്. അവർ പൊട്ടിച്ചിരിക്കുകയാണ്, അവർക്ക് രസമായിട്ട് എടുത്താണ്. പക്ഷെ ഇദ്ദേഹത്തിന് അത് ചിരി തമാശയായിട്ടല്ല തോന്നിയത്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എണീറ്റ് പോവുകയാണോ വേണ്ടത്, ഭക്ഷണം കഴിക്കുകയാണോ വേണ്ടത്, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളറിയാതെ ഇങ്ങനെ ഓരോ തെറ്റുകൾ തിന്മകൾ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ടാവും. പക്ഷെ ഇതൊരു നാൾ പിടിക്കപ്പെടും എന്നുള്ളൊരു ചിന്ത നമുക്ക് ഒരിക്കലും വരാറില്ലല്ലോ. പക്ഷേ ഈ ഒരു സുഹൃത്തിന് ആ പിടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു ആ സമയത്ത് ചമ്മലുണ്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന തിന്മകളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളൊക്കെ പിടിക്കപ്പെടുമ്പോൾ അവിടെ ചമ്മലിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് ഉണ്ടാവുക. ഒരു പടപ്പിൻ്റെ മുമ്പിൽ, ഒരു സൃഷ്ടിയുടെ മുമ്പിലാണ് നമ്മളിങ്ങനെ അനുഭവിച്ചതെങ്കിൽ നമ്മളിരുന്നൊക്കെ അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്ന ഓരോ തെറ്റുകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മളൊക്കെ മനസ്സിലെന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു ചിന്തയാണ് ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത്. അല്ല, ഞാൻ ഈ സമയത്ത് ആലോചിച്ചെന്താ വെച്ചാൽ പലപ്പോഴും കഴിഞ്ഞ കാലങ്ങളെ നമ്മൾ മറവിയുടെ മാറാപ്പിലേക്ക് പറഞ്ഞയച്ചു എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞാൽ വിസ്മൃതിയിൽ ആണ്ടുപോയി എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയി നമ്മൾ പുതിയ കാര്യങ്ങൾ ഒക്കെ ചെയ്തങ്ങനെ പോകുമ്പോൾ ആ കാര്യങ്ങൾ ശരിക്കും മറന്നുപോയാലും അത് മാഞ്ഞു പോകുന്നില്ല. മാഞ്ഞു പോകണമെങ്കിൽ അതിനെ പ്രത്യേകം എടുത്ത് മായ്ക്കാനുള്ള ഇറേസർ നമുക്ക് ദീൻ തന്നിട്ട് അത് വെച്ചെങ്കിൽ മാത്രമേ ഇത് മായുള്ളൂ. ചെയ്ത തിന്മകൾ കാലക്രമേണ മാഞ്ഞു പോയി എന്ന് പലരും വിചാരിക്കും. കാലങ്ങൾ കൊണ്ട് മാഞ്ഞു പോയി എന്ന് വിചാരിച്ചു. കാലങ്ങൾ കൊണ്ട് മാഞ്ഞു പോകുന്നില്ല. കാരണം അത് മാഞ്ഞു പോകണമെങ്കിൽ
അത് മായ്ക്കപ്പെടണം. മായ്ക്കപ്പെടാനുള്ള സംവിധാനം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ മാഞ്ഞുകൊള്ളൂ. അല്ലാതിരുന്നാൽ ഈ പറഞ്ഞ പോലെ മറന്നുപോയി എന്ന് വിചാരിച്ചൊരു സംഗതിയെ പെട്ടെന്നൊരു സ്ക്രീനിൽ ഇവിടുന്ന് തന്നെ കണ്ടപ്പോൾ അയാൾക്ക് അനുഭവപ്പെട്ട് അതുപോലെ ഓരോരുത്തരുടെയും കയ്യും കാലും സംസാരിച്ചൊരു സ്ക്രീനായി രൂപപ്പെട്ട് മാഞ്ഞു പോകാത്ത അപ്പോഴാണ് അവിടുന്ന് പറയാന്ന് പറഞ്ഞു, ഞാൻ ഇതൊന്നും ഓർത്തിട്ടില്ലായിരുന്നല്ലോ എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഇത്ര ചെറിയ കാര്യം പോലും ഇതിലുണ്ടോ അതെ. എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പം നമ്മളൊന്ന് ഓർക്കുക, നമ്മൾ ചെയ്തിട്ടുള്ള അറിഞ്ഞോ അറിയാതെയോ ചെയ്ത അപ്പം ആ തിന്മകളെ വെച്ച് നമുക്ക് മായ്ക്കാൻ പടച്ചവനോട് അതൊന്ന് പുറത്തു തരണേ എന്ന് പറയാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സാക്ഷി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സമാധാനത്തിലൂടെ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളതൊക്കെ കാലം കൊണ്ടത് മാഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ആ ഓർമ്മകൾ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കണക്ഷൻ, ഇതിപ്പോൾ ചിത്രത്തിലൂടെ അത് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. അതെ. അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രമാത്രം ആ സമയത്ത് ആ കുറ്റബോധമാണ് അവിടെ. പക്ഷെ ആ കുറ്റബോധം പിന്തുടരാതിരിക്കാൻ ഏറ്റവും നല്ല വഴി തൗബയാണ്. പുറത്തു തരണേന്ന് പറയാം. ബാക്കി അലല്ല. ഒരു വ്യക്തിയോട് നമ്മൾ ചെയ്ത ദ്രോഹം ആ വ്യക്തിയെ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മായുന്നില്ല. ആ വ്യക്തിയെ ഓർമ്മിക്കുമ്പോഴെല്ലാം ആ കുറ്റബോധം കടന്നു വരും. തീർച്ചയായും. ലോകത്തൊരു മനുഷ്യനെ, ഏതൊരു പാപിയെയും ഏറ്റവും അധികം അവന് കിട്ടുന്ന ശിക്ഷ അവൻ്റെ കുറ്റബോധമാണ്. കുറ്റബോധം അവനെ നിരന്തരമായി പിടികൂടി കൊണ്ടിരിക്കുമല്ലോ. അപ്പം ആ കുറ്റബോധത്തിൽ നിന്ന് മുക്തമാവുന്നൊരു മനസ്സ്, ആ മനസ്സിനെയാണ് വിശ്വാസി, അതാണ് ശരിക്കും അങ്ങനെ സ്ഫുടം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ഖിലാസ് കൊണ്ടും അവൻ്റെ തൗബ കൊണ്ടും നല്ല കർമ്മങ്ങൾ കൊണ്ടും തിന്മയെ നന്മ കൊണ്ടും മായ്ച്ചു കളയാൻ പറ്റുക. അപ്പോൾ നമുക്ക് സമാധാനമാണ്. അപ്പോൾ അള്ളാഹു നമുക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.